ദിലീപ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ് ദിലീപ് ആ സിനിമയിൽ ഗസ്റ്റ് റോളിൽ വരുന്നത്. ഇത്തവണ എനിക്ക് അവാർഡ് കിട്ടി, നിങ്ങൾക്കും അവാർഡ് കിട്ടി. അടുത്ത വർഷം നമുക്ക് ഒരുമിച്ചൊരു സിനിമയ്ക്ക് അവാർഡ് വാങ്ങിക്കണ്ടേ? പെരുമഴക്കാലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി എടുത്ത ഒരു സിനിമയാണ്. റസാഖ് കഥ പറഞ്ഞ് എല്ലാം കേട്ടിട്ടുണ്ട്. അല്ല, ഇതിലിപ്പോൾ ഞാൻ ഏത് റോളാണ്? റസിയുടെ ഉപ്പ. അപ്പം മാമുക്ക് ആദ്യം കമലിനെ കളിയാക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറയാം, അല്ല, ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അത് സീരിയസ് ആക്കി എടുക്കുമോ? കാവ്യ ഫസ്റ്റ് അഭിനയിക്കാൻ വന്ന ദിവസം ഞാൻ കംപ്ലീറ്റ് കഥ പറഞ്ഞു. അപ്പോൾ കാവ്യയുടെ കണ്ണൊക്കെ നിറഞ്ഞു. ഭർത്താവ് നഷ്ടപ്പെട്ടിട്ട് മാപ്പ് കൊടുക്കാമെന്ന് പറയുന്നതിൻ്റെ ആ ഒരു പെയിൻ അനുഭവിക്കുന്ന ഒരു പെൺകുട്ടി ഹൃദയസ്പർശമായിട്ട് കാവ്യ ആ സിനിമയിൽ അഭിനയിക്കുകയും ആ വർഷത്തെ മികച്ച നടിക്കുള്ള അവാർഡ് കാവ്യക്കാണ് കിട്ടിയത്. പെരുമഴക്കാലം എന്ന് പറഞ്ഞ സിനിമ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നൊരു സിനിമ ആയതുകൊണ്ട് തന്നെ പല ആൾക്കാരും ധരിച്ച് ഞാൻ ഡോറിൽ നിന്ന് റീമേക്ക് ചെയ്തു എന്നുള്ളതാണ്. നമസ്കാരം, എൻ്റെ സിനിമാ യാത്രയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പെരുമഴക്കാലം എന്നെ സംബന്ധിച്ചോളം എനിക്ക് വളരെയധികം അംഗീകാരങ്ങളും അതുപോലെ തന്നെ എൻ്റെ ഹൃദയത്തോട് തന്നെ ചേർത്ത് നിർത്തുന്ന സിനിമകളിലൊന്നാണ് പെരുമഴക്കാലം. പ്രവാസികളുടെ കുറേ സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രവാസികളുടെ ജീവിതവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ വിഷയങ്ങൾ ഞാൻ സിനിമയാക്കിയിട്ടുണ്ട്. പെരുമഴക്കാലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി എടുത്ത ഒരു സിനിമയാണ്. അത് യാദൃശ്യമായിട്ട് അങ്ങനെ ഒരു സിനിമ സംഭവിച്ചതാണ് സത്യത്തിൽ. ഞാനും റസാഖ്, ടി റസാഖാണ് അതിൻ്റെ കഥയും തിരക്കഥയൊക്കെ എഴുതിയത്. ഞങ്ങൾ അതിന് തൊട്ട് മുമ്പ് ഒരു സിനിമയ്ക്ക് എനിക്കും അവാർഡ് കിട്ടി, റസാഖിനും അവാർഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടിയും അവാർഡ് വാങ്ങാനായിട്ട് തിരുവനന്തപുരത്ത് പോയി. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അവാർഡ്. ആ അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞ് രാത്രി ഞങ്ങൾ റൂമിൽ ഒരുമിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ റൂമിൽ റസാഖ് വന്നു. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും പരസ്പരം അവാർഡ് കിട്ടിയതിൻ്റെ സന്തോഷം പങ്കുവച്ചിരിക്കുമ്പോൾ റസാഖ് എൻ്റെ അടുത്ത് തമാശക്ക് പറഞ്ഞു. അപ്പോൾ എന്നെ റസാഖ് വിളിക്കുന്നത് കുഞ്ഞാക്ക എന്നാണ്. ഞാൻ റസാഖിനെ കുഞ്ഞാപ്പൂ എന്നാണ് വിളിക്കുന്നത്. റസാഖിൻ്റെ നാട്ടുകാരെല്ലാവരും, അദ്ദേഹത്തിൻ്റെ നാടായ കൊണ്ടോട്ടിൽ എല്ലാവരും കുഞ്ഞാപ്പൂ എന്നാണ് വിളിക്കുക. എന്നെ അദ്ദേഹം സ്നേഹത്തോടുകൂടി കുഞ്ഞാക്ക എന്ന് വിളിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു, കുഞ്ഞാക്ക, ഇത്തവണ എനിക്ക് അവാർഡ് കിട്ടി, നിങ്ങൾക്കും അവാർഡ് കിട്ടി. അടുത്ത വർഷം നമുക്ക് ഒരുമിച്ചൊരു സിനിമയ്ക്ക് അവാർഡ് വാങ്ങിക്കണ്ടേ എന്ന് റസാഖ് എന്നോട് പറഞ്ഞു. തമാശക്കിനെ പറഞ്ഞു തുടങ്ങിയതാണ്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ തന്നെ ഒരു സിനിമ ചെയ്യാം. തൻ്റെ എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ രാത്രി ഏകദേശം ഒരു 11:30-12 മണിയായിട്ടുണ്ടാവും. റസാഖ് എൻ്റെ അടുത്ത് പറഞ്ഞു, നടന്ന ഒരു സംഭവത്തിൻ്റെ ഒരു ആശയം ഞാൻ പറയാം. യഥാർത്ഥത്തിൽ ഗൾഫിൽ നടന്നതാണ്. ഒരുപക്ഷെ കമൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് കാണും. അത് നടന്നതിന് പേപ്പർ കട്ടിങ് ഉണ്ടായിരുന്നു. ആ പേപ്പർ കട്ടിങ് റസാഖ് റൂമിൽ പോയിട്ട് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ പേപ്പർ കട്ടിങ് നോക്കി കഴിഞ്ഞപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഗൾഫിലൊക്കെ നമ്മൾ ചിലപ്പോൾ അത്തരം സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു 2 രാജ്യത്തിലുള്ള ആൾക്കാർ ഒരാളെ കൊന്നാണ്. ഒരു ഈജിപ്ഷ്യനെ വേറെ രാജ്യത്തെ ഇറാനിലോ ഇറാഖിലോ എങ്ങാണ്ടുള്ള ഒരാളെ കൊന്ന ഒരു സംഭവമാണ്. ആ കൊന്ന് നമുക്കറിയാം, ഗൾഫിൽ സംഭവം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മർഡർ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് പിടിച്ച് അവിടുത്തെ ജയിലിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സൗദിയിൽ ജയിലിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വധശിക്ഷ തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ വധശിക്ഷയിൽ നിന്ന് ഒഴിവാകണമെന്നുണ്ടെങ്കിൽ സാധാരണ നിലക്ക് ഈ മരിച്ച ആളുടെ വിധവയോ അല്ലെങ്കിൽ അമ്മയോ മാപ്പ് കൊടുക്കണം. മാപ്പ് കൊടുത്താൽ മാത്രമേ, നമുക്കറിയാവുന്ന പോലെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, പെരുമഴക്കാലം എന്ന് പറഞ്ഞ സിനിമയിലും അത് തന്നെയാണല്ലോ വിഷയം. മാപ്പ് കൊടുത്താൽ മാത്രമേ അങ്ങനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാകുള്ളൂ. പിന്നെ ബ്ലഡ് മണി എന്ന് പറഞ്ഞിട്ട് വലിയൊരു തുക കെട്ടിവെക്കാൻ വേണം. അങ്ങനെ ആ മാപ്പിന് വേണ്ടിയിട്ട് ഒരു കൊന്ന ആളുടെ ഭാര്യ ശ്രീലങ്കക്കാരിയായിരുന്നു, ഒരു സാധു സ്ത്രീയാണ്. അവർ ആ മാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അലഞ്ഞ കഥയും അവസാനം അവർക്ക് മാപ്പ് കിട്ടുന്നതും ആയിട്ട് നടന്ന സംഭവത്തെക്കുറിച്ചുള്ളൊരു പേപ്പർ കട്ടിംഗ് ആയിരുന്നു. കുഞ്ഞാക്ക്, ഇതിലൊരു സിനിമയില്ലേ, ഇത് നമുക്ക് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ചെയ്തുകൂടെ എന്ന് റസാഖിൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഉണ്ട്, നമുക്ക് ഒരുമിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ തിരിച്ച് റസാഖ് കോഴിക്കോടേക്ക് പോകേണ്ടതായിരുന്നു. റസാഖ് പറഞ്ഞു, ഞാൻ കൊടുങ്ങല്ലൂരിലേക്ക് വരാം. അങ്ങനെ കൊടുങ്ങല്ലൂർ എൻ്റെ വീട്ടിൽ വന്നു. ഞങ്ങൾ അവിടെ ഇരുന്നു. ഒരു 3-4 ദിവസം എൻ്റെ വീട്ടിലിരുന്നിട്ട് വെറുതെ ഒരു ചർച്ച എന്നുള്ള രീതിയിൽ ഇരുന്നാണ്. ആ ഇരുന്ന സംസാരത്തിൻ്റെ ഇടയിൽ 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് കൃത്യമായൊരു കഥയുടെ ഒരു ഐഡിയ കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ വേറൊരു പ്രോജക്റ്റ്, ഞാൻ വേറൊരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡിസ്കഷനൊക്കെ നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അതിന് നിർമ്മാതാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ റസാഖിൻ്റെ അടുത്ത് ചോദിച്ചു, നമുക്കിതങ്ങ് പ്രൊഡ്യൂസ് ചെയ്താലോ? അപ്പോൾ ഒരു നിർമ്മാതാവ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അങ്ങനെ വലിയൊരു പൈസ മുടക്കാൻ പറ്റുന്ന ഒരാളില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, എൻ്റെ കസിനായിട്ടുള്ള, എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള സലീം പടിയത്ത് ഈ സിനിമ നിർമ്മിക്കും, ഞാനും അതിൻ്റെ കൂടെ ഉണ്ടാവും. ബാക്കി നമ്മളുടെ കൂടെ എല്ലാവരും സഹകരിക്കും. സിനിമയുടെ മറ്റെല്ലാ ടെക്നീഷ്യൻസ് ആയാലും ആർട്ടിസ്റ്റൊക്കെ സഹകരിക്കും. നമുക്ക് ഒരുമിച്ച്
ഒരു നല്ല ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഈ സംസാരത്തിൻ്റെ ഇടയിൽ തന്നെ സലീം പടിയത്ത് ഈ സിനിമ നിർമ്മിക്കാനും ബാക്കി ഞങ്ങളെല്ലാവരും കൂടി സഹകരിച്ചിട്ട് ഈ സിനിമ ഉണ്ടാക്കാനായിട്ട് ഒരു 3-4 ദിവസം കൊണ്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് ആ കഥ ഫോമായി വന്നത്. കഥ ഫോമായി വന്നപ്പോൾ ഞങ്ങൾ ആദ്യം ആലോചിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2 പെൺകുട്ടികളുടെ കഥ. അപ്പോൾ പ്രധാന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കൊലപാതകം നടക്കുന്നതും അതിനെ തുടർന്ന് ജയിലിലാകുന്നതൊക്കെ തന്നെ ഗൾഫിൽ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ റസാഖിനോട് പറഞ്ഞൊരു കാര്യം, നമ്മൾ 2 പേരും സൗദിയുടെ ജയിൽ കണ്ടിട്ടില്ല, അവിടുത്തെ ജയിലിൽ കിടക്കുന്ന ജയിൽ പുള്ളികളുടെ ജീവിതം കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് യാതൊരു പരിചയമില്ലാത്തൊരു കാര്യം നമ്മൾ അങ്ങനെ അവിടെ പോയി അവിടെ ചിത്രീകരിച്ച് അങ്ങനെയുള്ളൊരു സംഭവം ആക്കേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, നമ്മളിങ്ങനെ ഒരു ലോ ബഡ്ജറ്റിലൊരു സിനിമ, ഒരു അവാർഡ് ടൈപ്പ് ഒരു സിനിമ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു ബഡ്ജറ്റിലേക്ക് അവിടെയൊക്കെ പോയി ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായോഗികമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഗൾഫിൽ നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ അങ്ങോട്ട് ഒഴിവാക്കാം. ആ കൊലപാതകം നടന്നു കഴിഞ്ഞാൽ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട് ആ കൊല്ലപ്പെട്ട ആളുടെയും കൊലപാതകം നടത്തിയ ആളുടെയും കുടുംബം ഉണ്ടല്ലോ, അവരുടെ ഭാര്യമാരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് കഥ പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്നുള്ളൊരു ചിന്തയിലാണ് സ്ത്രീകളുടെ കഥ എന്നുള്ള രീതിയിലേക്ക് പെരുമഴക്കാലം വികസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം തന്നെ വേണ്ടത് വെച്ചാൽ 2 സ്ത്രീകളുടെ കഥ എന്ന് പറയുമ്പോൾ 2 പേര് ആരഭിനയിക്കും എന്നുള്ളതാണ്. നായികമാരാണല്ലോ പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരാളെ കാവ്യയാക്കാം, മറ്റത് അന്ന് ഏറ്റവും ലീഡിങ് ആയിട്ടുള്ളൊരു ഹീറോയിനാണ് മീര ജാസ്മിൻ. മീര എൻ്റെ കഴിഞ്ഞ പടത്തിലുണ്ടായിരുന്നതാണ്, ഗ്രാംഫോണിലൊക്കെ അഭിനയിച്ചാണ്, നമുക്ക് മീര ജാസ്മിനെ അഭിനയിപ്പിക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് മീര ജാസ്മിനെയും കാവ്യ മാധവനെയും വിളിച്ച് പറയുന്നു. ഈ കഥാപാത്രങ്ങളെക്കുറിച്ച് ഫോണിൽ കൂടി തന്നെ പറഞ്ഞപ്പോൾ തന്നെ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ 2 പേരും ആദ്യം അങ്ങ് ഫിക്സ് ചെയ്തു. പിന്നെ ബാക്കി അതിന് തുടർന്നുള്ള കഥാപാത്രങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ആലോചിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് ശരിക്കും പറയണമെങ്കിൽ ഹീറോ ഇല്ലാത്ത പടമാണ്. അപ്പോൾ ആദ്യം ദിലീപിനെ നമ്മൾ ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല, കാണിക്കേണ്ട എന്നാണ് വിചാരിച്ചിരുന്നത്. ഈ കൊന്ന ആളെയും കാണിക്കേണ്ട, മരിച്ച ആളെയും കാണിക്കേണ്ട, വെറും ഫോട്ടോഗ്രാഫ് മാത്രം കാണിച്ചാൽ മതി, അപ്പോൾ നമുക്ക് ആരോടെങ്കിലും കാണിക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് നിന്നിരുന്നത്. പക്ഷേ പിന്നെ ഞങ്ങൾ ഏതാണ്ട് സ്ക്രീൻ പ്ലേ അങ്ങായി വന്നു കഴിഞ്ഞപ്പോൾ പാട്ടുകൾ വേണമെന്ന് തോന്നി. കാരണം പാട്ട് വേണമെന്നുള്ളത് എൻ്റെയും കൂടി ഒരു ആഗ്രഹമാണ്. നല്ല പാട്ട് വേണം. പ്രത്യേകിച്ചും ഞങ്ങൾ ആദ്യം ആലോചിച്ചപ്പോൾ കഥയുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കല്ലായി പുഴയുടെ തീരത്ത് ഉള്ള ഒരു പെൺകുട്ടി ആണ് ഈ മാപ്പ് ചോദിച്ചിട്ട് കൽപ്പാത്തിപ്പുഴയുടെ തീരത്തുള്ളൊരു പെൺകുട്ടിയെ അന്വേഷിച്ചിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഈ 2 പുഴകളെയും ബന്ധിപ്പിക്കുന്ന രീതിയിൽ ഒരു കഥ പറയുന്ന രീതി. അപ്പോൾ കോഴിക്കോടും പാലക്കാട് കൽപ്പാത്തി പുഴയും, കോഴിക്കോട് കല്ലായി പുഴ. ആ കല്ലായി പുഴയുടെ തീരത്തുള്ള റസിയ എന്ന് പറയുന്ന പെൺകുട്ടി കൽപ്പാത്തി പുഴയുടെ തീരത്തുള്ള ഗംഗയെ അന്വേഷിച്ചിട്ടുള്ളൊരു യാത്ര കൂടിയാണ് ഈ സിനിമ. അങ്ങനെ അപ്പോൾ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഇവർ 2 പേരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് പാട്ടുകൾ വേണം, നല്ല പാട്ടുകൾ വേണം എന്നുള്ളൊരു ആലോചന വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആദ്യം തന്നെ റസാഖിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് കൈതപ്പുറം പാട്ട് എഴുതുന്നു, എം ജയചന്ദ്രനെ കൊണ്ട് മ്യൂസിക് ചെയ്യിക്കാം എന്നുള്ളൊരു ആലോചന വരികയും, ജയചന്ദ്രൻ ഞാനുമായിട്ട് നല്ലൊരു സൗഹൃദമുണ്ട്, പക്ഷേ ഞങ്ങളങ്ങനെ പടം ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിനു മുമ്പ്. അപ്പോൾ ജയചന്ദ്രൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഫോണിൽ വിളിച്ചു, നമുക്ക് ഇരിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് അതിൻ്റെ ഒരു കമ്പോസിങ് പരിപാടിയായിട്ട് ഞങ്ങൾ തുടങ്ങുന്നു. ആ തുടങ്ങുന്ന സമയത്താണ് പാട്ടിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ റസാഖിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കൊരു കാര്യം കൂടി ചെയ്താലോ. മഴ എൻ്റെ മിക്കവാറും എല്ലാ സിനിമയിലും ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ നമ്മൾ ഈ സിനിമ, ഈ കഥ നടക്കുന്ന ഒരു മഴക്കാലത്താണെങ്കിലോ പൂർണ്ണമായും മഴയിൽ ചിത്രീകരിക്കുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ നമുക്കിതിനെ പിടിച്ചാലോ എന്ന് ചോദിച്ചു. പ്രസാദ് പറഞ്ഞു, എനിക്ക് എഴുതാൻ ഭയങ്കര എളുപ്പമാണ്, എല്ലാ സീനിലും മഴ എഴുതി വെച്ചാൽ മതി കഴിഞ്ഞ്, പക്ഷേ ചിത്രീകരിക്കേണ്ട ആൾ കമലാണല്ലോ, അത് അത്ര എളുപ്പമല്ലല്ലോ. ഞാൻ പറഞ്ഞു, മഴ ചിത്രീകരിക്കുന്നത് എളുപ്പമല്ല, പക്ഷേ എന്നാലും നമുക്ക് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് മഴക്കാലത്ത് തന്നെ ഷൂട്ടിംഗ് തുടങ്ങാം. ഏകദേശം ഒരു കർക്കിടക മാസത്തിൽ തന്നെ ഷൂട്ടുകൾ. അപ്പോൾ ഞങ്ങൾ ഈ ഡിസ്കഷനൊക്കെ നടക്കുന്നത് ഒരു മെയ് മാസത്തിലാണ്. അപ്പോൾ നമ്മൾ അടുത്ത മാസം മഴ തുടങ്ങുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജൂലൈ ഓഗസ്റ്റൊക്കെ ആകുമ്പോഴേക്കും മഴ നന്നായിട്ടുണ്ടാവും, ആ സമയത്ത് ഷൂട്ട് ചെയ്യുക എന്നുള്ളൊരു ആലോചനയോട് വന്നിട്ട് ഫുൾ മഴയത്ത് ചിത്രീകരിക്കുക എന്നുള്ള ആലോചന തീരുമാനിച്ചു. അങ്ങനെ പി സുകുമാറാണ് ക്യാമറ. സുകുവിനെ വിളിച്ചു. സുഖു പിറ്റേന്ന് വന്നു. ഞങ്ങൾ കഥയൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ സുഖം പറഞ്ഞത് നല്ല ഐഡിയയാണ്, നമുക്ക് ഫുള്ളായിട്ട് മഴയത്ത് ചിത്രീകരിക്കാം. പിന്നെ എല്ലാം വളരെ പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഈ പാട്ട് കമ്പോസിങ്ങിന് ഇരിക്കുന്ന സമയത്താണ് ഈ പാട്ട് പിക്ചറൈസ് ചെയ്യണമല്ലോ. അപ്പോൾ 2 പാട്ടുകളിൽ സ്വാഭാവികമായിട്ടും ഒരു പ്രണയഗാനമൊക്കെ വരുമ്പോൾ അതിൻ്റെ അകത്തൊരു ഹീറോയിനെ കാണിക്കുകയും വേണം. അപ്പോൾ അതാര് എന്നുള്ള ആലോചിച്ചിട്ട് ആരായാലും ഗസ്റ്റായിട്ട് അഭിനയിച്ചാൽ മതി എന്നുള്ളൊരു ചിന്തയാണ് ആദ്യം വന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പേര് പൃഥ്വിരാജോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെയാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സിനിമ എടുക്കാൻ പോണത് സലീം പടിയത്ത് ദിലീപിനോട് ഫോണിൽ സംസാരിച്ചപ്പോൾ ദിലീപിനോട് സലീം പടിയത്ത് പറഞ്ഞാൽ ശരിക്കും നിർമ്മിച്ച് കമൽ സാറ് പടം ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഞാനതിലില്ലാതിരിക്കണം, എങ്ങനെ ഞാൻ അഭിനയിച്ചോളാം എന്ന് പറഞ്ഞ് ദിലീപ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ് ദിലീപ് ആ സിനിമയിൽ ഗസ്റ്റ് റോളിൽ വരുന്നത്. അപ്പോൾ കാവ്യമാധവൻ്റെ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു പ്രണയഗാനം കൂടി വേണം എന്നുള്ള ആലോചന വന്നു കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് കാവ്യയുടെ ഹസ്ബൻഡായിട്ട്
വിനീതിനെ അഭിനയിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനമുണ്ടായി. ഈ 2 കഥാപാത്രങ്ങളെ നമ്മൾ തീരുമാനിച്ചു. ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് വന്നപ്പോൾ ഈ റസിയുടെ ഉപ്പയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ആ സിനിമയിൽ നമ്മുടെ സ്ക്രീൻ പ്ലേയിൽ വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോഴേക്കും ഞങ്ങൾ അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യാനായിട്ട് കോഴിക്കോട് ഞാനും റസാഖ് കൂടിയും മഹാറാണി ഹോട്ടലിൽ ഇരിക്കുക. അപ്പോൾ റസാഖിനോട് സ്വാഭാവികം നമുക്ക് പെട്ടെന്ന് ആദ്യം വരുന്നൊരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെടുമുടി വേണുവാണ്. വേണിച്ചേട്ടനാണ് അത്തരം അച്ഛൻ്റെ കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം വേണിച്ചേട്ടൻ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ആലോചിച്ചത്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചു, കോഴിക്കോട് നടക്കുന്നൊരു കഥ, ഒരു കോഴിക്കോട് എന്നുള്ളൊരു റിയൽ ഒരു കോഴിക്കോടൻ ഭാഷ സംസാരിക്കുന്ന ഒരു ഉപ്പുണ്ടെങ്കിൽ കുറച്ചും കൂടി നാച്ചുറൽ ആവില്ലേ, നമുക്ക് എന്തുകൊണ്ട് മാമുക്കോയനെ ആലോചിച്ചുകൂടാ. അപ്പോൾ വേണിച്ചേട്ടനോട് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ മാമുക്കോ നല്ലൊരു സജഷനാണ്, പക്ഷേ അത്രയും സീരിയസ് ആയിട്ടുള്ള റോള് മാമുക്ക ചെയ്യുമോ എന്നുള്ളൊരു ഡൗട്ട് റസാഖ് എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു മാമുക്ക ചെയ്യും, മാമുക്കൊരു നല്ല നടനല്ലേ, കോമഡി മാത്രമല്ലല്ലോ സീരിയസ് ആയിട്ടുള്ള വേഷവും ചെയ്യും, നമുക്ക് മാമുക്കാനെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മാമുക്കാനെ വിളിച്ചു കഴിഞ്ഞാൽ മാമുക്ക കോഴിക്കോട് നഗരത്തിലുണ്ടായിരുന്നു. നിങ്ങൾ എവിടെ ഉണ്ടെന്ന് ചോദിച്ചു. ഞങ്ങൾ മഹാറാണിയിലുണ്ടെന്ന്, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. രാത്രി ആയി കഴിഞ്ഞാൽ മാമുക്ക ഞങ്ങളുടെ റൂമിലേക്ക് വന്നു. മാമുക്കോയോട് കഥ പറഞ്ഞു. റസാഖ് കഥ പറഞ്ഞ് എല്ലാം കേട്ടിട്ടുണ്ട്. അല്ല ഇതിലിപ്പോൾ ഞാൻ ഏത് റോളാണ്? അപ്പോൾ ആദ്യം കഥ പറയാൻ പോയപ്പോൾ തന്നെ മാമുക്ക പറഞ്ഞു എന്നോട് കഥയൊന്നും പറയണ്ട, കമലിൻ്റെ റസാഖിൻ്റെയൊക്കെ പടത്തിൽ ഞാൻ കഥയൊന്നും കേൾക്കേണ്ട കാര്യമില്ല, ഞാൻ വരുന്നു അഭിനയിക്കുന്നു അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ മാമുക്കോട് പറഞ്ഞു അതുപോലെ ഇത് നിങ്ങൾ കഥ ഫുള്ളായിട്ട് കേൾക്കണം, കഥ കേട്ടിട്ട് ഈ ക്യാരക്ടർ നിങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ കഥ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിൽ ഏത് ക്യാരക്ടറാണ് ഞാൻ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉപ്പ, റസിയുടെ ഉപ്പ. അപ്പം മാമുക്ക ആദ്യം അല്ലോ എന്നാണ് ആദ്യം തന്നെ പറഞ്ഞത്. അപ്പോൾ കമലിനെ കളിയാക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ, അല്ല ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അത് സീരിയസ് ആക്കി എടുക്കുമോ, അത് തമാശയാക്കുമല്ലോ. ഞാൻ പറഞ്ഞു മാമുക്ക ജീവിതത്തിൽ നിന്ന് ഒരു കഥാപാത്രത്തെ നമ്മൾ എടുക്കുമ്പോൾ അയാൾക്ക് തമാശ വേണോ വേണ്ടോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നതനുസരിച്ചല്ലേ. മാമുക്കൊരു നടനാണ്, മാമുക്കാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അല്ല കമലിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു നിങ്ങൾ മനസ്സുകൊണ്ട് അതിന് തയ്യാറായാൽ മതി, നിങ്ങൾ ഉപ്പയാവാൻ തയ്യാറായാൽ മതി എന്ന് പറഞ്ഞ് മാമുക്കക്ക് ഞങ്ങൾ അങ്ങോട്ട് ധൈര്യം കൊടുക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ മാമുക്ക ഡെയിലി എന്നെ അല്ലെങ്കിൽ റസാഖിനെ വിളിക്കും. അല്ല അത് മാറ്റമൊന്നുമില്ലല്ലോ, ഞാൻ തന്നെയാണോ ക്യാരക്ടർ? ഞാൻ ചോദിച്ചു മാമുക്ക എന്താ മാറ്റം? അല്ല അങ്ങനെയല്ല, എനിക്ക് അങ്ങോട്ട് ഒരു വിശ്വാസം വന്നിട്ടില്ലേ. ഞാൻ പറഞ്ഞു മാമുക്ക ധൈര്യമായിട്ടിരിക്കും. പക്ഷേ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം അവൻ എന്നോട് പറഞ്ഞ് ഞാൻ താടി പഠിക്കണില്ല. അപ്പം ഞാൻ പറഞ്ഞ് ഒരുപാട് വലിയ താടിയൊന്നും വേണ്ട, ഒരു കുറ്റിത്താടി മതി. അങ്ങനെ കുറ്റിത്താടിയൊക്കെ ആയിട്ട് മാമുക്ക ലൊക്കേഷനിൽ വന്നു. ലൊക്കേഷനിൽ വന്നിട്ട് മാമുക്കക്ക് തമാശയില്ല, അല്ലെങ്കിൽ എപ്പോഴും സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരോട് തമാശകൾ പറയുന്ന കാര്യമില്ല. ഭയങ്കര സീരിയസ് ആയിട്ട് മാമുക്ക എവിടെയെങ്കിലും മാറി ഒരു കസേരയിലെങ്കിൽ ഇരിക്കും. ഷോർട്ട് സമയത്ത് വിളിക്കും, അഭിനയിക്കും, പോകും, അങ്ങനെയാണ്. അപ്പോൾ കുറച്ച് ഞാൻ മാമുക്കോട് പറഞ്ഞു ഇത്രയ്ക്ക് ഗൗരവമൊന്നും വേണ്ടട്ടാ, ക്യാമറ മുമ്പിൽ മതി ഗൗരവം, ബാക്കിയുള്ള സമയത്ത് അല്ല. നമ്മൾ ഈ ക്യാരക്ടർ ആവാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ ചില ആൾക്കാർ. ഇപ്പോൾ ഹോളിവുഡിലെ നടന്മാരൊക്കെ അങ്ങനെയാണല്ലോ, കഥാപാത്രമാകാൻ വേണ്ടിയിട്ട് ഒരു മൂഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ആവുമല്ലോ. ഞാനൊരു ഹോളിവുഡ് ആക്ടറുടെ സ്റ്റൈലിലൊക്കെ നിന്ന് അങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ്. ആ സിനിമ കഴിഞ്ഞവരെയും മാമുക്ക ഏകദേശം ഒരു കഥാപാത്രം മാതിരി തന്നെയാണ്, ഈ റസിയുടെ ഉപ്പ മാതിരി തന്നെയാണ് ജീവിച്ചു പോയെന്നുള്ളത്. പിന്നീട് നമുക്കറിയാം മാമുക്കക്ക് വലിയൊരു അംഗീകാരം കിട്ടിയ, മാമുക്കയുടെ തന്നെ കരിയറിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ റോളായിട്ട് ആ ഉപ്പയുടെ ക്യാരക്ടർ മാറി. നമുക്കെല്ലാം ഓർമ്മയുണ്ടാകും. അതിൽ രാക്കിളി എന്നുള്ള ആ പാട്ടിൻ്റെ സമയത്ത് ആ വീടിൻ്റെ മുമ്പിൽ മോളുടെ കൂടെ വന്നിരുന്നിട്ട് മാമുക്കയുടെ ഒരു ഇരിപ്പും കാര്യങ്ങളൊക്കെ ആൾക്കാരെ ഹൃദയത്തിൽ കൊണ്ട ഒരു ക്യാരക്ടർ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടർ സലീം കുമാർ ചെയ്തൊരു ക്യാരക്ടറുണ്ട്, ആമുകളാപ്പ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ. ഈ ആമുകളാപ്പ എന്ന് പറഞ്ഞ ക്യാരക്ടർ നമുക്കറിയാം, എവിടെ ചെന്ന് കഴിഞ്ഞാലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ എപ്പോഴും സൗദിയാണ് നാട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്, കുഴപ്പമുണ്ടാക്കുന്ന ഒരാളായിട്ട്. അപ്പോൾ ഇത്തരം കഥാപാത്രങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏത് ഗ്രാമത്തിലും കാണാവുന്നതാണ്. ഒരു പ്രശ്നമില്ലെങ്കിൽ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഉള്ള പ്രശ്നങ്ങളെ പെരുപ്പിച്ച് കാണിക്കുക എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് അതിൽ സലീം കുമാർ ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുക്കാവുന്ന കുറേ മനുഷ്യരെ ആ സിനിമയിൽ കഥാപാത്രങ്ങളായിട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ആ സിനിമയുടെ ഒരു സ്ക്രീൻ പ്ലേ നമ്മളായി കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ സംബന്ധിച്ചോളം ഈ റോള് മീര ജാസ്മിൻ നമുക്കറിയാം. മീര വളരെ പ്രോമിസിങ് ആയിട്ട് ഇപ്പോൾ നമുക്ക് ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് പാഠമൊന്നും ഒരു ലാഭം എന്ന് പറഞ്ഞ പടത്തിന് മീര ജാസ്മിന് നാഷണൽ അവാർഡ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ മീര പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. കാവ്യനെ സംബന്ധിച്ചോളം കാവ്യക്ക് ആകെ കൺഫ്യൂഷനായിരുന്നു. ഞാൻ ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ റസിയാണോ നല്ലത് ഗംഗയാണോ നല്ലതെന്നുള്ള രീതിയിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കെന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അങ്ങളെ ഞാൻ ഗംഗയായിട്ട് തന്നെയാണോ വേണ്ടത്, മറ്റേ റോൾ എനിക്ക് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, അത് എൻ്റെ മനസ്സിൽ നീയാണ് ഗംഗ, എന്നാലേ അത് ശരിയാവുള്ളൂ, നമുക്കങ്ങനെ തോന്നുമല്ലോ. പിന്നെ സ്ക്രീൻ സ്പേസ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരുപാട് സീൻസ് ഉള്ളത് റസിയക്കാണ്, മീര ജാസ്മിൻ അഭിനയിക്കുന്ന ക്യാരക്ടറാണ്. പക്ഷേ സ്ക്രീൻ സ്പേസ് കുറവാണ്. പക്ഷെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ
കാവ്യമൊക്കെ ഉണ്ടായിരുന്നു. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീര ജാസ്മിൻ ആയിരിക്കുമല്ലോ പ്രധാനം. കാരണം ഫുട്ടേജ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ആ ക്യാരക്ടറിനായിരിക്കുമല്ലോ കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ളതുകൊണ്ട് ഇമ്പോർട്ടൻസ് അതിന് പോകുമെന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടാവും. ഞാൻ സ്ക്രീൻ പ്ലേ വെച്ചിട്ട് കാവ്യ ഫസ്റ്റ് അഭിനയിക്കാൻ വന്ന ദിവസം ഞാൻ കംപ്ലീറ്റ് കഥ പറഞ്ഞു. അപ്പോൾ കാവ്യയുടെ കണ്ണൊക്കെ നിറഞ്ഞു. ഞാൻ പറഞ്ഞ് സത്യത്തിൽ ഈ ക്ഷമിക്കുന്ന പെൺകുട്ടിയാണ് ആൾക്കാരുടെ മനസ്സിലേക്ക് കയറുക. റസിയ സ്വാഭാവികമായിട്ടും വന്ന് കരയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവസാനം ഈ മാപ്പ് കൊടുക്കുന്ന പെൺകുട്ടി എന്ന് പറയുന്നത് അവളുടെ സ്വന്തം ഭർത്താവ് നഷ്ടപ്പെട്ടിട്ട് മാപ്പ് കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ ആ ഒരു പെയിൻ അനുഭവിക്കുന്ന ഒരു പെൺകുട്ടി ആ സിനിമയിൽ വളരെ കുറച്ച് ഡയലോഗ് മാത്രമേ കാവ്യക്കുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഹൃദയസ്പർശമായിട്ട് കാവ്യ ആ സിനിമയിൽ അഭിനയിക്കുകയും ആ വർഷത്തെ മികച്ച നടിക്കുള്ള അവാർഡ് കാവ്യക്കാണ് കിട്ടിയത്, മീരയ്ക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ചില കഥാപാത്രങ്ങൾ അങ്ങനെയാണ്, നമ്മൾ സ്ക്രീൻ സ്പേസ് നോക്കിയിട്ടല്ല ഒരു കഥാപാത്രം ജനങ്ങളുടെ മനസ്സിലേക്കും എത്തുക. അതേപോലെ തന്നെ മറ്റ് അവാർഡുകളായാലും ശരി എന്ത് കാര്യത്തിലും പരിഗണിക്കുമ്പോൾ അങ്ങനെയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഗംഗയാണ് കൂടുതൽ ആൾക്കാരുടെ മനസ്സിലേക്ക് കയറി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കാവ്യ തന്നെയാണ് എന്നോട് പറഞ്ഞത്, അങ്കിൾ എന്നെ സ്ഥിരമായിട്ട് ഡബ്ബിങ്ങിന് ആരും സമ്മതിക്കാറില്ല, എല്ലാം വേറെ ആരെക്കൊണ്ടെങ്കിലും വോയിസ് എൻ്റെ വോയിസ് ശരിയില്ല എന്ന് പറഞ്ഞിട്ട് ഡബ് ചെയ്യാനായിട്ട് സമ്മതിക്കാറില്ല എന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര വിഷമമാണ്. ഇത് ഞാൻ ഡബ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ തിരിച്ച് കാവ്യോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുന്നു, പക്ഷേ നിനക്ക് കോൺഫിഡൻസ് ഉണ്ടോ, ചെയ്യാൻ പറ്റുമോ ക്യാരക്ടർ, കുറച്ച് ഡയലോഗല്ലേ ഉള്ളൂ, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡയലോഗ് ഇല്ലെങ്കിലും മറ്റേ എക്സ്പ്രഷൻസൊക്കെ ഒരുപാടുണ്ട്, അതൊക്കെ ചെയ്യാൻ പറ്റുമോ, ഡബ് ചെയ്ത് നല്ല പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ, അല്ല അത് കൂടെ ഡയറക്ടർ കോൺഫിഡൻസ് തരണമെങ്കിൽ ഞാൻ ചെയ്യാമെന്നുള്ള രീതിയിൽ കാവ്യ പറഞ്ഞ് കാവ്യയുടെ സ്വന്തം ശബ്ദത്തിലാണ് കാവ്യ ആ സിനിമയിൽ അഭിനയിച്ചതെന്നുള്ളതാണ്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം ഏത് രീതിയിലും ഇപ്പോൾ കാവ്യ അതുവരെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാവ്യയുടെ ശബ്ദം കൊള്ളില്ല എന്നാണ്. അന്ന് മലയാള സിനിമയിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. മിക്കവാറും എല്ലാ നായികമാർക്കും വളരെ മനോഹരമായ ശബ്ദം വേണമെന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനത്തെ ശബ്ദം ഇല്ലെങ്കിൽ ഉടനെ തന്നെ ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ ഈ മനോഹരമായ ശബ്ദം എന്നുള്ളത് വെറും ആവേശമാണ്. അറിയില്ലല്ലോ ഒരാളുടെ ശബ്ദത്തിൻ്റെ സൗന്ദര്യം എന്താണെന്നുള്ളത്. ആ കഥാപാത്രം അല്ലെങ്കിൽ ആ മനുഷ്യനായിട്ട് ഇടപഴകി കഴിയുമ്പോൾ ഏത് ശബ്ദവും നമുക്ക് ആക്സെപ്റ്റബിളാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് കാവ്യയുടെ ശബ്ദം ആൾക്കാർക്ക് അത് എന്ന് വെച്ചാൽ ഈ ആക്സൻ്റായിരുന്നു പ്രശ്നം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വടക്കൻ മലബാറിൽ നിന്ന് വരുന്ന ഒരു നടി അച്ചടി ഭാഷയിൽ സംസാരിക്കണം എന്നുള്ള ആ കാലഘട്ടത്തിൽ അങ്ങനെയാണല്ലോ. മിക്കവാറും എല്ലാ നായകന്മാരും ഒക്കെ അച്ചടി ഭാഷയിൽ സംസാരിക്കുന്ന ഒരു കാലഘട്ടം മലയാള സിനിമയിൽ ഉണ്ടായിരുന്നപ്പോൾ അങ്ങനെ ധരിച്ചുകൂടി ഉണ്ടായിരുന്നു. ഇത് വളരെ നാച്ചുറലായിട്ട് സംസാരിക്കുന്ന ഒരു ഇതിലാണ് കാവ്യ ആ സിനിമയിൽ ശബ്ദം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഒരു പ്ലസ് പോയിൻ്റായി എന്ന് പറയരുത് ഞാൻ. അതുപോലെ അതിൻ്റെ ചിത്രീകരണ സമയത്തുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ, ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് ഫുള്ളായിട്ട് മഴയത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ച ഒരു സിനിമയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഓഗസ്റ്റിലാണ് ഷൂട്ടിംഗ് തീരുമാനിച്ചത്. കാരണം ജൂലൈയിൽ തുടങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റും കാര്യങ്ങളെല്ലാം ഒത്തു വന്നു കഴിഞ്ഞപ്പോൾ ഓഗസ്റ്റായി. അപ്പോൾ നാച്ചുറലി ആഗസ്റ്റിൽ മഴ ഉണ്ടാവും എന്നുള്ളൊരു ധൈര്യത്തിൽ ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങിയ ആദ്യത്തെ ദിവസമൊക്കെ ഭയങ്കര മഴയായിരുന്നു. ആദ്യത്തെ 2 ദിവസം അതിന് ഷൂട്ടിങ്ങിന് തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് വരെയും പെരുമഴ തന്നെയായിരുന്നു, ശരിക്കും പറഞ്ഞാൽ പെരുമഴ തന്നെയായിരുന്നു. അപ്പം ഞങ്ങളും ഈ പെരുമഴക്കാലം എന്നുള്ള പേരിട്ടതും അതുപോലെ തന്നെയാണ്. പാട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ടൈറ്റിലായിട്ടില്ലായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റസാഖിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നമുക്ക് മഴയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടൈറ്റിൽ മതി, അതല്ലേ നല്ലത്. അപ്പോൾ മഴക്കാലം മഴ എന്നൊക്കെ പറഞ്ഞ് കുറേ പേരുകൾ നമ്മൾ ആലോചിച്ചു. അപ്പോൾ പെരുമഴക്കാലം, പെരുമഴയത്താണ് ഈ കഥ നടക്കണേ, പെരുമഴക്കാലം എന്ന് പേരിടാണ്. ഞങ്ങളൊരു സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ ആ ഡയലോഗ് പറയുകയും പേര് പറയുകയും എല്ലാവരും പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. എം ജയചന്ദ്രനൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഇതിന് ആ പേര് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിൻ്റെ അകത്ത് കൈതപ്രവണ എല്ലാ പാട്ടുകളും എഴുതിയിട്ടില്ല, പക്ഷേ ഒരു പാട്ട് എഴുതിയത് റഫീഖ് അഹമ്മദാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കല്ലായി കടവത്തെ അതുപോലെ തന്നെ മറ്റെല്ലാ പാട്ടുകളും മെഹറുബ എന്നുള്ള പാട്ടുകളൊക്കെ എഴുതിയത് കൈതപ്രവണ. അപ്പോൾ ഒരു കവിത ഉപയോഗിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ രാക്കിളിതൻ എന്നുള്ള പാട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കവിത ഏതെങ്കിലും കവികളെ കൊണ്ട് എഴുതിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റഫീഖ് അഹമ്മദ് അന്ന് കവിതകളൊക്കെ എഴുതി ഇങ്ങനെ സിനിമയിലേക്ക് അധികം വന്നിട്ടില്ല. സിനിമയിലാകെ ഗർഷോമിലൊരു പാട്ട് മാത്രമാണ് അന്ന് റഫീഖ് അഹമ്മദ് സിനിമയിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ ഗർഷോമിൽ ആ പാട്ട് പറയാൻ മറന്ന പരിഭവങ്ങൾ എന്നുള്ള പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്, എൻ്റെ ലിറിക്കുമെല്ലാം. അപ്പം ഞാൻ എം ജയചന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് റഫീഖ് അഹമ്മദിനെ ഒന്ന് പരീക്ഷിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പോൾ എം ജയചന്ദ്രന് ശമനതാളം എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയലിനോ അങ്ങോട്ട് റഫീഖ് പാട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബന്ധവും കൂടിയുണ്ട്. അപ്പോൾ എം ജയചന്ദ്രനാണ് വിളിക്കുന്നത്. റഫീഖ് അഹമ്മദ് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കവിത എഴുതി അയച്ചു തന്നു ആദ്യം. കാരണം പക്ക കവിത തന്നെ. അപ്പോൾ ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോൾ കവിത എന്നുള്ള രീതിയിൽ വളരെ കാവ്യഗുണമുള്ളൊരു സംഭവമാണ്. പക്ഷേ ഞാൻ ജയചന്ദ്രൻ എടുത്ത് പറഞ്ഞ് നമുക്ക് കുറച്ചുകൂടിയും സിമ്പിളായാലേ ഓഡിയൻസിന് പെട്ടെന്ന് സിനിമയിലെ പാട്ടല്ലേ എന്ത് കവിതയാണെങ്കിലും. അപ്പോൾ അത് നമുക്ക് റഫീഖിനോട് പറയാവുന്നതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ മഴയൊക്കെ കണക്ട് ചെയ്തിട്ടൊരു പാട്ട് വേണമെന്നുള്ള റഫീഖിനോട് പറഞ്ഞു.
അപ്പോൾ റഫീഖ് അത് കേട്ടിട്ട് ഞാൻ പറഞ്ഞ് ഞാൻ നാളെ കവിതയായിട്ട് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് റഫീഖ് ഈ രാക്കിളിതൻ വഴിമറയും നോവിൻ പെരുമഴക്കാലം, അപ്പോൾ പെരുമഴക്കാലം എന്നുള്ള ടൈറ്റിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് പാട്ട് എഴുതിയിട്ട് വന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി, വളരെ മനോഹരമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എം ജയചന്ദ്രൻ ട്യൂൺ ചെയ്തു. ആദ്യം നമ്മൾ ഹരിഹരനെ കൊണ്ട് പാടിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഹരിഹരൻ സ്ഥലത്തില്ല, ബോംബെയിലും കണ്ടേക്കണം, അപ്പോൾ തിരക്കാണ്, കുറച്ച് ദിവസം കഴിയുമെന്ന് പറഞ്ഞ് എം ജയചന്ദ്രൻ ട്രാക്ക് പാടി എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ജയചന്ദ്രൻ പാടിക്കഴിഞ്ഞപ്പോൾ ആ ജയചന്ദ്രൻ പാടിയത് ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനൊരു ദിവസം ജയചന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ലേ ഇനിയിപ്പോൾ ഹരിഹരൻ പാടേണ്ട കാര്യമുണ്ട്, നിങ്ങൾ തന്നെ പാടിയത് നമുക്ക് ഉപയോഗിച്ചാൽ പോരെ, അത്രമാത്രം ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ പാടിയത്. അത് കേട്ട് കേട്ട് എനിക്ക് ഞാനൊരു അഡിക്ഷനായി നിങ്ങളുടെ വോയിസിന്. അപ്പോൾ ഇനി വേറൊരു വോയിസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര നന്നാവില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ പാടിയാൽ മതി എന്ന് പറയുകയും അങ്ങനെ എം ജയചന്ദ്രനാണ് ആ പാട്ട് പാടിയത്. ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് വന്നു കഴിഞ്ഞപ്പോൾ മികച്ച സിംഗർക്കുള്ള അവാർഡ് എം ജയചന്ദ്രന് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം മ്യൂസിക് ഡയറക്ടർ എന്നുള്ള അവാർഡല്ല, സിംഗർക്കുള്ള അവാർഡും കൂടി കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ അതും ഒരു അട്രാക്ഷനായിരുന്നു. പെരുമഴക്കാലം നമുക്കറിയാം തിയേറ്ററിൽ വന്നു. തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ബോക്സ് ഓഫീസ് ഹിറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ വളരെ ശ്രദ്ധിക്കുന്ന സിനിമയായി. എന്നെ സംബന്ധിച്ചോളം മറ്റ് രീതിയിലുള്ള റെക്കഗ്നേഷനാണ് ആ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയെന്നുള്ളതാണ്. ഒന്ന്, അത് ഇവിടെ IFFK കോമ്പറ്റീഷനിൽ ആ പടം വന്നു. ആ വർഷം മലയാളത്തിൽ നിന്ന് ആ സിനിമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കോമ്പറ്റീഷനിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗോവയിലും ഇഫിയിലും കോമ്പറ്റീഷനിൽ ആ സിനിമ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഗോവയിൽ പടം കളിച്ചപ്പോൾ ഒരുപാട് പേര് ഫോറിനേഴ്സും അവരൊക്കെ പടം കാണാനായിട്ട് വന്നിരുന്നു. അപ്പോൾ യാദൃശ്ചികമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഗോവയിലും അതെ ഇഫിയിലും അതെ പെരുമഴക്കാലം സിനിമ കാണിച്ചു കഴിഞ്ഞപ്പോൾ അതേ സബ്ജക്റ്റായിട്ട് ഇറാനിൽ നിന്നൊരു സിനിമ ഉണ്ടായിരുന്നുള്ളതാണ്. ഇറാനിൽ നിന്ന് കോമ്പറ്റീഷനിലുള്ള മറ്റൊരു സിനിമയുടെ സബ്ജക്റ്റ് ഇത് തന്നെയാണ്. ഞങ്ങൾ പരസ്പരം അറിഞ്ഞിട്ടില്ല, എനിക്ക് ആ ഇറാൻ്റെ ഡയറക്ടർ അറിയില്ല, അയാൾക്ക് എന്നെ അറിയില്ല. അപ്പോൾ ആദ്യം ഗോവയിലായിരുന്നു ഈ സിനിമ കാണിച്ചത്. അപ്പോൾ ഗോവയിൽ ഇങ്ങനെ ഞാൻ പെരുമഴക്കാലം കാണിക്കാനതിൻ്റെ തലേദിവസം ഞാനവിടെ എത്തുന്നത്, ഞാൻ എത്തുന്നതിൻ്റെ തലേദിവസം ഈ ഇറാൻ സിനിമ കാണിച്ചു. അപ്പോൾ അവിടെ നമ്മളെ മലയാളി സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു, പെരുമഴക്കാലം പോലൊരു സിനിമ ഇവിടെ കാണിച്ചല്ലോ ഇന്നലെ എന്ന് പറഞ്ഞു ഇറാനിൽ നിന്ന്. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി, കാരണം അയ്യോ ഇനി അത് നേരത്തെ വന്ന സിനിമയാണ്, ഞാൻ അതിൽ നിന്ന് മോഷ്ടിച്ചാണെന്ന് പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായി. അപ്പോൾ നമ്മളതിൻ്റെ ഡേറ്റൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ്റെ ഡേറ്റ് നോക്കുമ്പോൾ ഞങ്ങളുടെ പടമാണ് ആദ്യം കഴിഞ്ഞിരിക്കുന്നത്. അതിനുശേഷമാണ് ആ പടം പൂർത്തിയായതും അവർ റിലീസ് ചെയ്തു. അവിടെ റിലീസ് ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടില്ല, ഞങ്ങളുടെ റിലീസ് ചെയ്തിട്ട് 5-8 മാസമായി. അപ്പോൾ ആലോചിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പടമാണ് ആദ്യം തീർന്നത്. അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് ഈ ഡയറക്ടറെ പരിചയപ്പെട്ടു, സംസാരിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു വെച്ചാൽ പുള്ളിയുടെ നാട്ടിൽ ഇറാനിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്, സെയിം സംഭവം, ബാക്കിയുള്ളതെല്ലാം വ്യത്യാസമുണ്ട്. കാരണം ഈ മാപ്പിന് വേണ്ടിയിട്ട് ഒരു ഗ്രാമത്തിലേക്ക് ചെല്ലുന്നതാണ് അതിൻ്റെയും കഥ എന്നുള്ളതാണ്. അതായത് മരിച്ച കൊന്ന ആൾക്ക് മാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് മരിച്ച റിലേറ്റീവ്സിനെ കാണാൻ വേണ്ടി വരുന്നതാണ്. ഭാര്യയെ കാണാൻ വേണ്ടി വരുന്നില്ല, കുറേ റിലേറ്റീവ്സിനെ കാണാൻ വേണ്ടി ഒരു സ്ത്രീ വരുന്നതാണ് അതിൻ്റെയും കഥ. പക്ഷേ അതിൻ്റെ അകത്ത് ഈ മരിച്ച ആളുടെ ജീവിതവും ഈ കൊന്ന ആൾ ജയിലിൽ കിടക്കുന്ന സംഭവങ്ങൾക്കൊക്കെയാണ് ഫുട്ടേജ് കൂടുതലുള്ളത്. അയാളുടെ ഒരു കാഴ്ചപ്പാടിൽ കൂടി, അല്ലെങ്കിൽ അയാളെ ഫോക്കസ് ചെയ്തിട്ടാണ് ആ സിനിമ പോകുന്നത്. നമ്മുടെ സിനിമയുടെ നരേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ ഫോക്കസ് ചെയ്തിട്ടാണ്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ പോക്കുണ്ടായിരുന്നത്. അപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഇത് ഗോവയിൽ കാണിച്ചപ്പോഴും സെയിമായിട്ട് ഞങ്ങളുടെ രണ്ടുപേരും പടം ഉണ്ടായിരുന്നു. ഇത് ട്രിവാൻഡ്രത്ത് കാണിച്ചപ്പോഴും അതേപോലെ 2 പടം IFFK ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ അത് ആ രീതിയിൽ കൂടെ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. പിന്നെ ഈ ഇഫിയിൽ, അത് ഗോവയിൽ ഈ സിനിമ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഈ നാഗേഷ് കുക്കനൂർ എന്ന് പറഞ്ഞിട്ട് ഹിന്ദി ഡയറക്ടറുണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഇക്ബാൽ എന്ന് പറഞ്ഞിട്ട് സിനിമയും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അന്ന് 2 പടങ്ങളുണ്ട് ഇന്ത്യൻ സിനിമകളായിട്ട് ആ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഒന്ന് പെരുമഴക്കാലവും ഒന്ന് ഇക്ബാൽ എന്ന് പറഞ്ഞ സിനിമയാണ് ഈ നാഗേഷ് കുക്കനൂറിൻ്റെ. അപ്പോൾ ഞങ്ങൾ അവിടെ വെച്ചിട്ട് പരിചയപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ നാഗേഷ് കുക്കനൂർ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇതിൻ്റെ റൈറ്റ്സ് എന്നോട് വേണമെന്ന് പറഞ്ഞ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഡ്യൂസറും ഉണ്ടായിരുന്നു, അതിൻ്റെ റൈറ്റ്സ് അവിടെ വെച്ചിട്ട് തന്നെ സലീം പടിയത്തുണ്ട്, ഞങ്ങളുടെ അടുത്ത് റൈറ്റ്സ് എഴുതി വാങ്ങിച്ച് പൈസ തന്നു. ആ റൈറ്റ്സ് പടം ഒരു ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യണമെന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചോളം നമ്മളിവിടെ റിലീസ് ചെയ്ത് പോയി, ഫിലിം ഫെസ്റ്റിവലിൽ വന്ന് അവാർഡ് കിട്ടി, എല്ലാം കഴിഞ്ഞല്ലോ, നമ്മൾ കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം ഹിന്ദിയിൽ ആ പടം റീമേക്ക് ചെയ്തു. ഡോർ എന്നാണ് ഹിന്ദി സിനിമയുടെ പേര്. അത് ഹിന്ദിയിൽ വന്നു. ഈ പെരുമഴക്കാലം റിലീസ് ചെയ്ത് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഹിന്ദിയിൽ ആ സിനിമ വന്നത്. പക്ഷെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഹിന്ദി സിനിമയാണല്ലോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുക. പല ആൾക്കാരും വേറെ സമയത്തൊക്കെ പലരും എൻ്റെ അടുത്ത് കാണുമ്പോൾ ഈ പെരുമഴക്കാലം കണ്ട ആൾക്കാർ പിന്നീട് ഒരിക്കൽ ഇത് ഞാൻ വിദേശ ഫെസ്റ്റിവലിലൊക്കെ പോയിരുന്നു. നമ്മൾ ലണ്ടൻ ഫിലിം ഫെസ്റ്റിവലിൽ പോയി, പിന്നെ ഇവിടെ ടാൻസാനിയയിൽ അവിടെ സാൻസിബാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അത് 2 വർഷം കഴിഞ്ഞിട്ടാണ് അവിടെ ഞങ്ങൾ ഈ ഫിലിം ഫെസ്റ്റിവലിൽ ഈ പടം വരുന്നത്. അപ്പോഴേക്കും ഡോറ് വന്നു കഴിഞ്ഞു. അപ്പോൾ അവിടെ ഒരു ഹിന്ദി പടം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ നിന്ന് ആ ഹിന്ദി പടത്തിൻ്റെ ഡയറക്ടറും ഞാനും സലീം പടിയത്തൊക്കെയാണ് ടാൻസാനിയയിൽ പോകുന്നത് ഈ ഫിലിം ഫെസ്റ്റിവലിൽ ഇത് കാണിക്കാൻ വേണ്ടി.
പോണ വഴിക്കാണ് പറഞ്ഞത് ഈ ഡോറിൽ നിന്ന് റീമേക്ക് ചെയ്തതാണെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഞങ്ങളെ വന്ന് സംസാരിക്കുന്നത് പരിചയപ്പെടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ആ പടത്തിൽ നിന്ന് റീമേക്ക് ചെയ്തതല്ല, ഞങ്ങളുടെ പടത്തിൽ നിന്ന് അവർ റീമേക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഈ മലയാള സിനിമ അന്ന് കേരളത്തിൽ മാത്രം, ഇപ്പോൾ നമുക്കറിയാം എല്ലായിടത്തും റീച്ച് ആവുന്നുണ്ട്. പുതിയ കാലത്ത് OTT ഒക്കെ വന്നതിന് ശേഷം എല്ലാവരിലേക്കും റീച്ച് ആവുന്നുണ്ട്. പക്ഷെ അന്ന് ഈ പെരുമഴക്കാലം എന്ന് പറഞ്ഞ സിനിമ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നൊരു സിനിമ ആയതുകൊണ്ട് തന്നെ പല ആൾക്കാരും ധരിച്ച് ഞാൻ ഡോറിൽ നിന്ന് റീമേക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയും കൂടി ഒരു തെറ്റിദ്ധാരണ പെരുമഴക്കാലത്തിനെ സംബന്ധിച്ചോളം ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചോളം ഒരു മൊത്തം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടിയൊരു സിനിമ എന്നുള്ള രീതിയിലും മറ്റൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പേഴ്സണലായിട്ടുള്ള സിനിമ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മഴ തന്നെയാണ്. ഈ പൂർണ്ണമായി മഴയത്ത് ചിത്രീകരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മഴക്കാലത്ത് നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങിയെങ്കിലും ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങി ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് മഴ മാറിയിട്ട് പിന്നെ വെയിലായിരുന്നു എന്നുള്ളതാണ്. ഒറ്റ ദിവസം പോലും മഴയില്ല. വല്ലാത്തൊരു ടെൻഷനായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ഫയർ എഞ്ചിൻ മറ്റേ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഈ മഴ അടിക്കുന്ന മെഷീനുണ്ട്, എഞ്ചിനുണ്ടല്ലോ, അത് കൊണ്ടുവന്ന് അത് 2-3 എണ്ണം കൊണ്ടുവന്നിട്ട് ഈ മഴ വണ്ടി കൊണ്ടുവന്നിട്ട് അത് വെച്ച് മഴ അടുപ്പിച്ചിട്ടാണ് ആ ഫുൾ പടം ഷൂട്ട് ചെയ്തത്. ആ സിനിമ കണ്ടിട്ടുള്ള ആരും പറഞ്ഞിട്ടില്ല ഇത് മഴക്കാലത്തല്ല, മഴക്കാലത്ത് തന്നെയാണ്, പക്ഷേ മഴയില്ലാത്ത കുറേ ദിവസങ്ങളിലായിരുന്നു ഞങ്ങളിത് ചിത്രീകരിച്ചതെന്നുള്ളതാണ്. പക്ഷേ ആ സിനിമയിൽ പൂർണ്ണമായും മഴ ഉള്ള രീതിയിലേക്ക് നമുക്ക് ചിത്രീകരിക്കാൻ പറ്റി. അപ്പോൾ ഞാൻ എപ്പോഴും പെരുമഴക്കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവരും ഉണ്ട്, ആർട്ടിസ്റ്റുകളുണ്ട്, മറ്റ് ടെക്നീഷ്യൻസ്, ഇപ്പോൾ ക്യാമറ നമ്മുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് എല്ലാവരും ഉണ്ട്. പക്ഷേ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ മഴ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ടെക്നീഷ്യൻസാണ്. ഞങ്ങൾ ഏത് ലൊക്കേഷനിലേക്ക് പോകുമ്പോഴും ഞങ്ങളുടെ കൂടെ ഈ 2 മഴവണ്ടി ഉണ്ടാവും, അതിൻ്റെ കുറേ ഓസും ഉണ്ടാവും, ഇതിൻ്റെ കൂടെ വരുന്ന ആൾക്കാരാണ്. അവരാണ് നമ്മൾ ഈ സിനിമ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ പെരുമഴക്കാലത്തെക്കുറിച്ച് എപ്പോഴും ഓർക്കുമ്പോഴും പറയുമ്പോഴും അവരെയാണ് ഞാൻ ആദ്യം ഓർക്കുക. ആ സിനിമ എന്നെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ടൊരു സിനിമയായിട്ട് തന്നെയാണ് ഞാൻ എന്നും മനസ്സിൽ സൂക്ഷിക്കുന്നത്. പെരുമഴക്കാലം സിനിമയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഓർമ്മ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള എൻ്റെ 2 പ്രിയപ്പെട്ടവർ, ഏറ്റവും പ്രിയപ്പെട്ടവർ, ആ സിനിമയുടെ നെടുന്തൂൺ എന്ന് പറയുന്ന 2 പേരിപ്പോൾ നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളതാണ്. ഒന്ന് ടി റസാക്ക് എൻ്റെ ഒരുപാട് സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട സിനിമകൾ ഗസലും രാപ്പകലും പോലെയുള്ള ഒരുപാട് സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ റസാക്കിനെ സംബന്ധിച്ചോളം, എന്നെ സംബന്ധിച്ചോളം ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന ഒരു സിനിമയാണ് പെരുമഴക്കാലം എന്നുള്ളത്. റസാക്ക് എപ്പോഴും പറയുന്നതാണ്, എന്നെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം പെരുമഴക്കാലത്തെക്കുറിച്ചാണ് എന്നും സംസാരിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ആ സിനിമ ചെയ്തു കഴിഞ്ഞു, റസാക്കിനും അംഗീകാരങ്ങൾ കിട്ടി, എനിക്കും എല്ലാവിധ അംഗീകാരങ്ങളും കിട്ടിയപ്പോഴും ഇപ്പോൾ ആ പെരുമഴക്കാലത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ റസാക്ക് നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളത് വലിയൊരു ദുഃഖമാണ്. അതുപോലെ തന്നെയാണ് മാമുക്ക കഥാപാത്രത്തെ റസിയുടെ ഉപ്പ എന്ന് പറയുന്ന ക്യാരക്ടർ അത്ര മനോഹരമായിട്ട് സിനിമയിൽ അവതരിപ്പിച്ചു. അദ്ദേഹത്തിന് അവാർഡും കിട്ടി. ഇപ്പോഴും മാമുക്കാനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ആദ്യം പറയുന്ന കഥാപാത്രങ്ങളിലൊന്ന് ഈ പെരുമഴക്കാലത്തിലെ വാപ്പയാണ്. മാമുക്കയും നമ്മളോടൊപ്പം ഇല്ല. മാമുക്ക മരിക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫംഗ്ഷനിൽ വെച്ച് കണ്ടു. അപ്പോൾ ഈ ക്യാൻസറിൻ്റെയൊക്കെ അസുഖമൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ കുറച്ച് അവശനാണ്. അപ്പോഴും അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുമഴക്കാലത്തിൽ വാപ്പമാരില്ലേ, ഒരു അവശതയൊക്കെ തോന്നുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയുകയും കുറേ നേരം ഞങ്ങൾ ചിരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ മാമുക്കേനെയും ഈ പെരുമഴക്കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്നും ഞാൻ മാമുക്കയുടെ മുഖം എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാവും.